അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉറുദുവിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു പാഠമാണ് കഹാവത്തെ, ആപ്തവാക്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, മലയാളത്തിൽ എന്നതുപോലെ ഉറുദു ഭാഷയിലും നമ്മൾ ധാരാളം ആപ്തവാക്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഓരോ ആപ്തവാക്യങ്ങളും സൂചിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളിലേക്കാണ് എന്നും ഓരോ ആപ്തവാക്യത്തിൻ്റെയും പിറകിലായിട്ട് എന്തെങ്കിലും ഒരു സംഭവമുണ്ടാകും അല്ലെങ്കിൽ കഥയുണ്ടാകും എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നുള്ളതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉറുദു ഭാഷയിൽ ഉപയോഗത്തിലുള്ള 2 ആപ്തവാക്യങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഒന്ന് അങ്കൂർ കട്ടേഹൈ എന്നുള്ളതാണ്, അതായത് മുന്തിരികൾ പുളിയുള്ളതാണ് എന്നർത്ഥം. ഒരാൾ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തിട്ടും പിന്നെയും ആ വസ്തു കിട്ടാതിരിക്കുമ്പോൾ ആ വസ്തു എനിക്ക് ചേർന്നതല്ല, അതിൽ ഇന്നാലിന്ന ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞ് സ്വയം സമാധാനിക്കുന്നതിലേക്കാണ് അങ്കൂർ കട്ടേഹൈ എന്നുള്ള ഒരു ആപ്തവാക്യം സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആപ്തവാക്യം ഉണ്ടാകാനുള്ള കാരണവും അതിൻ്റെ പിന്നിലുള്ള കഥയും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമതായിട്ടുള്ള ആപ്തവാക്യം എന്താണ്? ബന്ദർ ബാണ്ട് എന്നുള്ളതാണ്. ബന്ദർ എന്നാൽ കുരങ്ങൻ, ബാണ്ടിന എന്നാൽ വീതം വെക്കുക എന്നർത്ഥം. ബന്ദർ ബാണ്ട് എന്ന് പറഞ്ഞാൽ കുരങ്ങൻ്റെ വീതം വെക്കൽ എന്നുള്ള ഒരു അർത്ഥമാണ് അതിനുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ മലയാളത്തിൽ അരണബുദ്ധി എന്ന് പറയാറുണ്ട് അല്ലേ? അരണയുടെ ബുദ്ധി എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അരണയെക്കുറിച്ച് നമുക്കറിയാം, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നാൽ പിന്നീട് അവിടെ എത്തുമ്പോഴേക്കും അത് മറന്നു പോയിരിക്കും. അപ്പോൾ വളരെ മറവിയുള്ള ഒരാളെക്കുറിച്ച് നമ്മൾ അരണബുദ്ധി എന്ന് പറയാറുണ്ട്. ഓക്കെ, സത്യത്തിൽ അതെന്താണ്? അരണയുടെ ബുദ്ധി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നുള്ളത് പോലെയാണ് ഇവിടെ ബന്ദർ ബാണ്ട് എന്നുള്ള പദവും ഉപയോഗിച്ചിട്ടുള്ളത്. കുരങ്ങൻ വീതിക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാലും അതിൻ്റെ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ അത് കുരങ്ങൻ്റെ വീതം വെക്കൽ എന്നുള്ള അർത്ഥം തന്നെ വെക്കണം. ഓക്കെ, ഏതായാലും ബന്ദർ ബാണ്ട് എന്നുള്ള ഒരു ആപ്തവാക്യം വരാനുള്ള കാരണം, അതിൻ്റെ പിന്നിലുള്ള കഥ, അതിൻ്റെ ആശയം എന്താണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. കിതാബിലേക്കൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിതാബിന് എടുക്കാനുള്ള ഭാഗം ബന്ദർ ബാണ്ട് എന്നുള്ളതാണ്. കുരങ്ങൻ്റെ വീതം വെക്കൽ എന്നർത്ഥം. അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു കുരങ്ങൻ്റെ മനോഹരമായിട്ടുള്ള ചിത്രവും നമുക്ക് കാണാവുന്നതാണ്. ഏതായാലും ബന്ദർ ബാണ്ട് എന്നുള്ള ഒരു ആപ്തവാക്യം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്ന് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തതായിട്ട് നമുക്ക് കാണാം. കിസി झगड़े में इंसाफ करने के बहाने अपना काम बनाना. ഓക്കെ, കിസി झगड़े में, झगड़ा എന്ന് പറഞ്ഞാൽ തർക്കം എന്നാണ് അർത്ഥം. അത് ജഗഡേ എന്നാവാനുള്ള കാരണം നമുക്കറിയാം, അതിനുശേഷം മേ എന്നുള്ള ഹർഫേർബത്ത് വന്നത് കൊണ്ടാണ്. അപ്പോൾ കിസി ജഗഡേ മേ, ഏതെങ്കിലും ഒരു തർക്കത്തിൽ, ഇൻസാഫ് കർണയ്ക്ക് ബഹാനെ, ഇൻസാഫ് കർണ എന്ന് പറഞ്ഞാൽ നീതി നടപ്പിലാക്കുക എന്നാണ് അർത്ഥം. ബഹാന എന്നാൽ സാഹചര്യം, അവസരം എന്നൊക്കെയാണ് അർത്ഥം. ഇനി കെ ബഹാനെ എന്ന് പറഞ്ഞാൽ വ്യാജേന എന്നാണ് അർത്ഥം. അപ്പോൾ കിസി ജഗഡേ മേ ഇൻസാഫ് കർണയ്ക്ക് ബഹാനെ, ഏതെങ്കിലും തർക്കത്തിൽ നീതി നടപ്പാക്കുക എന്നുള്ള വ്യാജേന, അപ്നാ കാം ബനാന, സ്വന്തം കാര്യം നേടിയെടുക്കുക എന്നതാണ് ബന്ദർ ബാണ്ട് എന്നുള്ള ഒരു ആപ്തവാക്യത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കഥ കൂടി കേട്ടാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ആപ്തവാക്യം വരാനുള്ള കാരണം മനസ്സിലാകും. ഏതായാലും ആ കഥയുടെ കുറഞ്ഞ ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. एक दिन 2 भूखी बिल्लियाँ किसी घर के बावर्ची खाने में दाखिल हुई. खाने की तमाम चीज़ें अंदर बंद थीं. उन्हें कुछ खाने को न मिला. एक प्लेट में रोटी का टुकड़ा रह गया था. एक बिल्ली उसे लेकर भागी, दूसरी उसके पीछे दौड़ी. आखिर दोनों में झगड़ा होने लगा. रोटी का टुकड़ा दोनों के बीच रखा हुआ था. दोनों बिल्लियां आंखें सुर्ख और बाल घड़े किए हुए एक दूसरे पर हमला करने को तैयार थीं. ओके, ഏതായാലും നമുക്കതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം അല്ലേ? ഏക് ദിൻ, ഒരു ദിവസം, ദോ രണ്ട്, ഭൂക്കി ബില്ലിയ, ഭൂക്ക എന്ന് പറഞ്ഞാൽ വിശന്ന എന്നാണ് അർത്ഥം. അതിൻ്റെ മുഅന്നസാണ് ഭൂക്കി, വിശന്നിട്ടുള്ള സ്ത്രീകൾ എന്നുള്ള ഒരു ആശയത്തിനാണ് അതുള്ളത്. അപ്പോൾ അത് ഭൂക്കി എന്നാവാനുള്ള കാരണം അതിനുശേഷമുള്ള ബില്ലിയ എന്നുള്ള ബില്ലി എന്നുള്ള പദം മുഅന്നസായതുകൊണ്ടാണ് ഭൂക്കി എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ചയാണെന്ന് നമുക്കറിയാം, അതിൻ്റെ ജംആണ് ബില്ലിയ. അപ്പോൾ ഏക് ദിൻ ദോ ഭൂക്കി ബില്ലിയ, ഒരു ദിവസം 2 വിശന്നു വലഞ്ഞ
പൂച്ചകൾ കിസി ഘർ കെ ബാവർചി ഖാനെ മേ, ഘർ എന്നാൽ വീടാണെന്ന് നമുക്കറിയാം, ബാവർചി ഖാന എന്നാൽ അടുക്കളയാണെന്ന് നമുക്കറിയാം. അപ്പോൾ കിസി ഘർ കെ ബാവർചി ഖാനെ മേ, ഏതോ ഒരു വീടിൻ്റെ അടുക്കളയിൽ ദാഖിൽ ഹുയി, പ്രവേശിച്ചുവെന്നർത്ഥം. അപ്പോൾ ഒരു ദിവസം 2 വിശന്നു വലഞ്ഞ പൂച്ചകൾ ഒരു വീടിൻ്റെ ബാവർചി ഖാനയിൽ, അതായത് അടുക്കളയിൽ പ്രവേശിച്ചു. ഖാനേക്ക് തമാം ചീസേ അന്തർ ബന്ദ് ഥി, ഖാനേക്ക് ഭക്ഷിക്കാനുള്ള തമാം ചീസേ മുഴുവൻ വസ്തുക്കളും അന്തർ ആ അടുക്കളയുടെ ഉള്ളിൽ, അന്തർ എന്നാൽ ഉള്ളിൽ എന്നാണ് അർത്ഥം, ബന്ദ് ഥി, ബന്ദ് എന്ന് പറഞ്ഞാൽ അടക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. അപ്പോൾ ഭക്ഷിക്കാനുള്ള എല്ലാ വസ്തുക്കളും ആ അടുക്കളയുടെ ഉള്ളിൽ അടക്കപ്പെട്ടതായിരുന്നു, അത് ഒരിക്കലും കിട്ടാത്ത രൂപത്തിലായിരുന്നു എന്നർത്ഥം. പൂച്ചകൾക്കും വിശന്നിട്ടുണ്ട്, അവർക്കും എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചാണ് അവർ അടുക്കളയിൽ കയറിയിട്ടുള്ളത്. ഏതായാലും ഉനേ കുച്ച് ഖാനേക്കോ നമില, ഉനേ ആ പൂച്ചകൾക്ക് കുച്ച് ഒന്നും കുറച്ചു പോലും ഖാനേക്കോ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് നമില കിട്ടിയില്ല എന്നർത്ഥം. മില്ല കിട്ടുക, മില കിട്ടി, അതിൻ്റെ മാളയാണ്. അതിനോടൊപ്പം ന എന്നുകൂടി ചേർന്നാൽ ന മില എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല എന്നാകും അർത്ഥം. ഓക്കെ, എന്നിരുന്നാലും ഒന്നും ഭക്ഷിക്കാൻ കിട്ടിയില്ല എന്നല്ല. ഏക് പ്ലേറ്റ് മേ റോട്ടി കാ ടുക്കട രഹ് ഗയാ ഥാ. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള പ്ലേറ്റ് തന്നെയാണ്, പാത്രം എന്നർത്ഥം. ഏക് പ്ലേറ്റ് മേ ഒരു പാത്രത്തിൽ, റോട്ടി കാ ടുക്കട റൊട്ടിയുടെ കഷ്ണം, ടുക്കട എന്നാൽ കഷ്ണം എന്നാണ് അർത്ഥം. രഹ് ഗയാ ഥാ അവിടെ സ്ഥിതി ചെയ്തിരുന്നുവെന്നർത്ഥം. രഹ് ജാന എന്നൊക്കെ പറഞ്ഞാൽ സ്ഥിതി ചെയ്യുക, ബാക്കിയാവുക എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ മാളിയാണ് രഹ് ഗയാ. ഓക്കെ, അതിൻ്റെ മാളി ബഈദാണ്. രഹ് ഗയാ ഥാ എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിതി ചെയ്തിരുന്നുവെന്നർത്ഥം. ഏക് പ്ലേറ്റ് മേ റോട്ടി കാ ടുക്കട രഹ് ഗയാ ഥാ ഒരു പ്ലേറ്റിൽ റൊട്ടിയുടെ കഷ്ണം സ്ഥിതി ചെയ്തിരുന്നു. ഏക് ബില്ലി ഉസേ ലേക്കർ ഭാഗി, ലേന എന്നാൽ എടുക്കുക എന്നാണ് അർത്ഥം, ഭാഗിന എന്നാലും ദൗഡിന എന്നാലും ഓടുക എന്നാണ് അർത്ഥം. അപ്പോൾ ഏക് ബില്ലി ഒരു പൂച്ച, ഉസേ ലേക്കർ ആ ഒരു കഷ്ണത്തെ എടുത്തിട്ട്, ഭാഗി ഓടി എന്നർത്ഥം. ഭാഗിന ഓടുക, അതിൻ്റെ മാളിയാണ് ഭാഗ, അതിൻ്റെ മുഅന്നസാണ് ഭാഗി എന്നുള്ളത്. ബില്ലി എന്നത് മുഅന്നസ് ആയതുകൊണ്ടാണ് അവിടെ ഭാഗി എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ദൂസരി, അപ്പോൾ ഒരു പൂച്ച അതെടുത്തിട്ട് ഓടി എന്ന് പറഞ്ഞല്ലോ. ദൂസരി മറ്റേ പൂച്ചയോ, ഉസ്കെ പീച്ചെ ദൗടി ആ പൂച്ചയുടെ, ആ കഷ്ണമെടുത്ത് ഓടിയ പൂച്ചയുടെ പിറകിലായിട്ടും ഓടി. ഓക്കെ, പീച്ച എന്നാൽ പിറകിൽ എന്നാണല്ലോ അർത്ഥം, അത് നിങ്ങൾക്കറിയാവുന്നതാണ്. ആഖർ അവസാനം, ദോനോമേ ഝഗഡ ഹോനെ ലഗേ, അപ്പോൾ അത് ഒരു പൂച്ച എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന റൊട്ടി കഷ്ണം എടുത്ത് അതിൻ്റെ വഴിക്ക് പോയി അത് ഓടി മറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിറകെ ആ റൊട്ടി കഷ്ണത്തിന് വേണ്ടിയിട്ട് മറ്റേ പൂച്ച കൂടി ഓടി എന്നർത്ഥം. ആഖർ അവസാനം, ദോനോമേ ആ 2 പേരിലും ജഗഡ ഹോനേലക, ജഗഡ എന്നാൽ തർക്കം, ഹോനേലക ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ 2 പേർക്കിടയിലും തർക്കമായി. എനിക്ക് റൊട്ടി വേണമെന്ന് ഒരു പൂച്ചയും എനിക്ക് വേണമെന്ന് മറ്റേ പൂച്ചയും പറഞ്ഞുവെന്നർത്ഥം. ഏതായാലും റോട്ടി കാ ടുക്കട ദോനോ കെ ബീച്ച് രഖാ ഹുവാ ഥാ, റോട്ടി കാ ടുക്കട ഇങ്ങനെ തർക്കമുണ്ടാകുമ്പോൾ റോട്ടി കാ ടുക്കട ആ റൊട്ടിയുടെ കഷ്ണം, ദോനോ കെ ബീച്ച് ആ 2 പേരുടെയും ഇടയിൽ, ദോനോ 2 പേർ, ദോനോ കെ 2 പേരുടെയും, ബീച്ച് ഇടയിൽ എന്നർത്ഥം. ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയിൽ, രഖാ ഹുവാ ഥാ വക്കപ്പെട്ടിരുന്നുവെന്നർത്ഥം. രഖ്ന വെക്കുക, രഖാ ഹോന വക്കപ്പെടുക, രഖാ ഹുവാ ഥാ വക്കപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പോൾ റൊട്ടി കഷ്ണം ആ 2 പേരുടെയും ഇടയിലായിരുന്നു. ദോനോ ബില്ലിയ 2 പൂച്ചകളും, ആംഖേ സുറഹ്, ആംഖ് എന്നാൽ കണ്ണ് എന്നാണ് അർത്ഥം, അതിൻ്റെ ജംആണ് ആംഖേ കല്ലുകൾ, ആംഖേ കണ്ണുകൾ, സുറഹ്, സുറഹ് എന്ന് പറഞ്ഞാൽ ചുവന്ന എന്നർത്ഥം. ഓക്കെ, ഓർ ബാൽ ഘടേ കിയേ ഹുയേ, ബാൽ എന്നാൽ മുടി, രോമം എന്നൊക്കെയാണ് അർത്ഥം. ഘട എന്നാലോ എഴുന്നേറ്റ് നിൽക്കുന്ന, ഓക്കെ നീണ്ടു നിവർന്ന് നിൽക്കുന്ന എന്നാണ് അർത്ഥം. കിയേ ഹുയേ അങ്ങനെ ചെയ്തിട്ട്, ഏക ദൂസരേ പർ ഒന്ന് മറ്റൊന്നിൻ്റെ മേൽ, ഹംല കർണേക്കോ തയ്യാർ ഥി, ഹംല കർണ എന്നാൽ ആക്രമിക്കുക എന്നാണ് അർത്ഥം. തയ്യാർ എന്ന് പറഞ്ഞാലോ തയ്യാർ ആയവൻ എന്നർത്ഥം. ഓക്കെ, ഏതായാലും
രണ്ട് പേർക്കിടയിലും ആ റൊട്ടി കഷ്ണത്തിന് വേണ്ടിയിട്ട് എന്ത് വരികയാണ്, തർക്കമുണ്ടാവുകയാണല്ലോ. ഏതായാലും ഈ രണ്ട് പൂച്ചകളും എങ്ങനെയായിരുന്നു, അവരുടെ കണ്ണുകളെല്ലാം ചുവന്നിട്ട് അവരുടെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നിട്ട് അത് ആ ഒരു ഈർഷ്യമുണ്ടാകുന്ന, ദേഷ്യപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ പൂച്ചകൾക്കുണ്ടാവുന്ന ഒരു മാറ്റമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയായിട്ട് ഒന്ന് മറ്റൊന്നിൻ്റെ മേൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ് എന്നർത്ഥം. ദോനോ ബില്ലിയ, രണ്ട് പൂച്ചകളും, ആംഖേ സുറഖ് ഓർ ബാൽ ഘടേ. ഓക്കെ, ആംഖേ സുറഖ് കണ്ണുകൾ ചുവപ്പാക്കിയിട്ടും ഓർ ബാൽ ഘടേ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് അതാക്കിയിട്ടും കിയേ ഹുയേ അങ്ങനെയെല്ലാം ആക്കിയിട്ട് ഏക ദൂസരെ പർ ഒന്ന് മറ്റൊന്നിൻ്റെ മേൽ ഹംല കർണേക്കോ തയ്യാർ ഥി ആക്രമിക്കാൻ തയ്യാറായിരുന്നുവെന്നർത്ഥം. ഓക്കെ, ഏതായാലും ഈ അവസരത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട്, ഈ പൂച്ചകൾക്കിടയിലുണ്ടാകുന്ന തർക്കങ്ങളൊക്കെ കണ്ടുകൊണ്ട് മുകളിൽ ഒരു മരത്തിൽ ഒരു ബന്ദർ, ഒരു കുരങ്ങൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഏക് ദറഖ്ത് പർ ഒരു മരത്തിൻ്റെ മേൽ ബൈഠാ ഹുവ ഇരുന്നിട്ടുള്ള, ബൈഠന ഇരിക്കുക, ബൈഠാ ഹുവ ഇരുന്നിട്ടുള്ള ബന്ദർ കുരങ്ങൻ, ഉൻകി ലഡായി അവരുടെ തർക്കം, ലഡായി എന്നാലും ഝഗഡ എന്നാലും ഒരേ അർത്ഥമാണ്, തർക്കം എന്നാണ്. ഓക്കെ, അപ്പോൾ ഉൻകി ലഡായി ഈ പൂച്ചകളുടെ തർക്കം ദേഖാത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നർത്ഥം. അപ്പോൾ ഇവർക്കിടയിലുണ്ടാകുന്ന തർക്കം അതിൻ്റെ മുകളിലുള്ള ഒരു മരച്ചില്ലയിലിരുന്ന് ഒരു കുരങ്ങൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. वो खुद रोटी पर कब्जा जमाने की फिक्र में था. वो ആ കുരങ്ങൻ ഖുദ് സ്വന്തമായിട്ട് റോട്ടി പർ ആ റൊട്ടിയുടെ മേൽ കബ്സ ജമാനേക്ക്, കബ്സ ജമാന എന്ന് പറഞ്ഞാൽ പിടിച്ചടക്കുക എന്നാണ് അർത്ഥം. പിടിച്ചടക്കുക, കൈവശപ്പെടുത്തുക എന്നൊക്കെയാണ് കബ്സ ജമാന എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അപ്പോൾ കുരങ്ങൻ്റെ വിചാരം എന്താണ്, ഈ റൊട്ടി എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം, സ്വന്തം കൈവശപ്പെടുത്തണമെന്നായിരുന്നു. ഓ ആ കുരങ്ങൻ ഖുദ് സ്വന്തമായിട്ട് തന്നെ റോട്ടി പർ കബ്സ ജമാനേക്ക് ആ റൊട്ടിയെ പിടിച്ചടക്കാൻ, കൈവശപ്പെടുത്താൻ ഫിക്കർ മേഥ അങ്ങനെ ചെയ്യാനുള്ള ചിന്തയിലായിരുന്നുവെന്നർത്ഥം. ഫിക്കർ എന്നത് മുഅന്നസ് ആയതുകൊണ്ടാണ് അതിന് മുമ്പിലുള്ള ഹർഫ് റബ്ത്ത് കി എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഏതായാലും മൗഖ ദേഖ് കർ ഓ നീച്ചെ ഉത്തറ. മൗഖ എന്നാൽ സന്ദർഭം എന്നാണ് അർത്ഥം. നമ്മൾ അറബിയിൽ പറയുന്നത് പോലെ മൗഖ എന്ന് പറയൂല, മൗഖ എന്നെ ഉറുദുവിൽ പറയുകയുള്ളൂ. ഏതായാലും മൗഖ ദേക്കാർ അവിടുത്തെ സന്ദർഭമൊക്കെ നോക്കിയിട്ട് ഓ നീച്ചെ ഉത്തറ ആ ബന്ദർ ആ കുരങ്ങൻ എന്ത് ചെയ്തു, നീച്ചെ താഴെ, ഉത്തറ ഇറങ്ങി എന്നർത്ഥം. ഉത്തർന ഇറങ്ങുക, അതിൻ്റെ മാളിയാണ് ഉത്തറ ഇറങ്ങി. ഓക്കെ, ഉസ്നെ കഹ ഏതായാലും പൂച്ചകളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ഉസ്നെ കഹ ആ ബന്ദർ പറഞ്ഞു, കുരങ്ങൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്, ശുക്ർ കരോ. ശുക്ർ കർണ എന്നാൽ നന്ദി ചെയ്യുക എന്നാണ് അർത്ഥം. ശുക്ർ കരോ നിങ്ങൾ നന്ദി ചെയ്യൂ. കെ എന്തെന്നാൽ തുമേ ലോഗോ കെ ഘറോ മേ ആസാനി സെ ഖുറാഖ് മിൽ ജാത്തി ഹെ. ഓക്കെ, തുമേ നിങ്ങൾക്ക്, ലോഗോ കെ ഘറോ മേ ജനങ്ങളുടെ, ഘറോമേ എന്ന് പറഞ്ഞാൽ വീടുകളിൽ നിന്നും, ആസാനീസെ നിഷ്പ്രയാസം ഒരു പ്രയാസവുമില്ലാതെ തന്നെ, ഖുറാഖ് മിൽ ജാത്തി ഹെ ഭക്ഷണം ലഭിക്കുന്നുവല്ലോ. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ എളുപ്പത്തിൽ തന്നെ ജനങ്ങളുടെ വീടുകളിൽ നിന്നും ഭക്ഷണമൊക്കെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയാണ് വേണ്ടത്, നന്ദി ചെയ്യുകയാണ് വേണ്ടത്. ഹംസെ സബക് സീക്കോ ഞങ്ങളിൽ നിന്നും പാഠം പഠിക്കൂ. ഹംസെ ഞങ്ങളിൽ നിന്നും സബക് സീക്കോ പാഠം പഠിക്കൂ. അതെന്താണ്, ഹം ജംഗൽ മേ ഖുറാഖ് കെ ലിയെ കിത്നി മെഹനത് കർത്തെ ഹൈ. ഹം ഞങ്ങൾ, ജംഗൽ മേ ജംഗൽ എന്നാൽ കാട്, ജംഗൽ മേ കാട്ടിൽ, ഖുറാഖ് കെ ലിയെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, കിത്നി മെഹനത് കർത്തെ ഹൈ മെഹനത്ത് എന്നാൽ പരിശ്രമം എന്നാണ് അർത്ഥം. മെഹനത്ത് കർണ പരിശ്രമിക്കുക, കിത്നി എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കാട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാൻ എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട്. ഫിർ ബി എന്നിട്ട് പോലും, ആപസ് മേ നഹി ലഡ്ത്തെ ആപസ് മേ പരസ്പരം, നഹി ലഡ്ത്തെ ലഡ്ന എന്ന് പറഞ്ഞാൽ തർക്കിക്കുക എന്നാണ് അർത്ഥം. നഹി ലഡ്ത്തെ എന്ന് പറഞ്ഞാൽ പരസ്പരം തർക്കിക്കുന്നില്ല എന്നർത്ഥം. നഹി ലഡ്ത്തെ ഹൈ എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സാധാരണ സംസാര ഭാഷയിൽ നിന്നും ആ ഹൈ എന്നുള്ളത് കളയാറുണ്ട്. അങ്ങനെയാണ് ഇവിടെ നഹി ലഡ്ത്തെ ഞങ്ങൾ തർക്കിക്കാറില്ല എന്നർത്ഥം. അപ്പോൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് കാട്ടിൽ നിന്നും ഭക്ഷണം ലഭിക്കുന്നതെന്നാലും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എന്തു ചെയ്യാറില്ല, നിങ്ങളെപ്പോലെ തർക്കിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യുകയാണ് വേണ്ടത്, തർക്കിക്കുകയല്ല വേണ്ടത് എന്നർത്ഥം. ഓക്കെ,
अगर तुम दोनों लड़ती रहे तो कुत्ता आकर रोटी खा जाएगा और तुम दोनों को जख्मी भी कर सकता है. നിങ്ങളിങ്ങനെ തർക്കിക്കുകയാണെങ്കിൽ ഈ റോട്ടി ആര് വന്നിട്ട് ഒരു കുത്ത വന്നിട്ട്, കുത്ത എന്നാൽ നായ എന്നാണ് അർത്ഥം. നിങ്ങളിങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നായ വന്നിട്ട് ചിലപ്പോൾ ഈ റൊട്ടി തിന്നാനും എന്നുള്ളത് പോലെ നിങ്ങളെ മുറിവേൽപ്പിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉള്ള റൊട്ടി പെട്ടെന്ന് തന്നെ തിന്നു കഴിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്താമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുരങ്ങൻ ഈ പൂച്ചകൾ ഉപദേശിക്കുകയാണ്. ഓക്കെ, അഗർ തും ദോനോ ലഡ്തി രഹേ, ഇനി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ തോ അപ്പോൾ കുത്ത ആക്കർ ഒരു നായ വന്നിട്ട്, ആന വരിക, ആക്കർ വന്നിട്ട് റോട്ടി കാ ജായേഗ ഈ ഒരു റൊട്ടി തിന്നു പോയേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു നായ വന്നിട്ട് ആ റൊട്ടി വന്ന് തിന്നേക്കാം എന്ന് മാത്രമല്ല, ആർ പിന്നെ തും ദോനോക്കോ നിങ്ങൾ രണ്ടു പേർക്കും ജഖ്മി ബി കർ സക്താ ഹെ. ജഖ്മി കർണ എന്ന് പറഞ്ഞാൽ മുറിവേൽപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു നായ വന്നാൽ നിങ്ങളെ മുറിവേൽപ്പിക്കാനും കൂടെ സാധ്യതയുണ്ട്. ജഖ്മി ബി കർ സക്താ ഹെ, മുറിവേൽപ്പിക്കുക കൂടി ചെയ്യും എന്നർത്ഥം. ഓക്കെ, ബില്ലിയോന് कुछ देर सोचा और बंदर से कहा कि भैया तुम ही इंसाफ कर दो. ഏതായാലും ഇങ്ങനെയുള്ള ആ കുരങ്ങൻ്റെ ഉപദേശം കേട്ടപ്പോൾ ഈ പൂച്ചകൾക്ക് എന്ത് തോന്നി? ഈ കുരങ്ങൻ പറയുന്നത് ശരിയാണ്, ഇങ്ങനെ തർക്കിച്ചാൽ ശരിയാകൂല, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊരു നീതി നടപ്പാവണം. രണ്ടു പേർക്കും കൂടി എന്ത് ചെയ്യണം? ആ റൊട്ടി കഷ്ണം കൃത്യമായിട്ട് വീതിക്കണം. അങ്ങനെ വീതിക്കാൻ വേണ്ടിയിട്ട് ആ പൂച്ചകൾ ആ കുരങ്ങനെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, ബില്ലിയോനെ ആ പൂച്ചകൾ കുച്ച് ദേർ സോച്ച കുറച്ച് സമയം ചിന്തിച്ചു. കുച്ച് കുറച്ച്, ദേർ സമയം, സോച്ചന ചിന്തിക്കുക, അതിൻ്റെ മാതിരിയാണ് സോച്ച ചിന്തിച്ചു. ഓർ പിന്നീട് ബന്ദർ സേ കഹ ആ കുരങ്ങനോട് പറഞ്ഞു കെ എന്തെന്നാൽ ഭയ്യ. ഭയ്യ എന്നുള്ളത് നമ്മൾ ഭായി എന്നൊക്കെ വിളിക്കുമല്ലോ, സഹോദര എന്ന് വിളിക്കുന്നതിൻ്റെ മറ്റൊരു രൂപമാണ് ഭയ്യ എന്നുള്ളത്. അപ്പോൾ ബന്ദർ സേ കഹ എന്നിട്ട് കുരങ്ങനോട് പറഞ്ഞു കെ എന്തെന്നാൽ ഭയ്യ ഓ സഹോദര തും ഹി ഇൻസാഫ് കർദോ. ഇൻസാഫ് കർണ എന്നാൽ നീതി നടപ്പിലാക്കുക എന്നാണ്. തും ഹി നിങ്ങൾ തന്നെ, ഇൻസാഫ് കർദോ നീതി നടപ്പിലാക്കൂ, ഞങ്ങൾക്കിടയിൽ ഈ റൊട്ടി കഷ്ണം ഒന്ന് നന്നായിട്ട് വീതിച്ച് നൽകണം എന്ന് ആ പൂച്ചകൾ തന്നെ കുരങ്ങനോട് പറയുകയാണ്. ഓക്കെ, ഏതായാലും കുരങ്ങൻ ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ബന്ദറിനെ റോട്ടിക്ക് ദോ ടുക്കടേ കിയേ. ടുക്കട കർണ എന്നാൽ കഷ്ണമാക്കുക എന്നാണ് അർത്ഥം. ബന്ദറിനെ കുരങ്ങൻ, നെ എന്നുള്ളത് അലാമത്തെ ഫായിലാണെന്ന് നമുക്കറിയാമല്ലോ. ബന്ദറിനെ റോട്ടിക്ക് ആ റൊട്ടിയെ ദോ ടുക്കടേക്കിയെ രണ്ട് കഷ്ണങ്ങളാക്കി. ഓക്കെ, അപ്പോൾ രണ്ട് കഷ്ണങ്ങളാക്കിയാൽ മാത്രം പോരാ, രണ്ടു പേർക്കും വീതിച്ച് നൽകണമല്ലോ. രണ്ട് പൂച്ചകൾക്കും ലഭിക്കുന്ന ആ റൊട്ടി കഷ്ണം സെയിം ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ത്രാസു ഉഠായ. ഓക്കെ, ത്രാസു എന്ന് പറഞ്ഞാൽ ത്രാസ് എന്നാണ് അർത്ഥം. ഓക്കെ, തുലാസ്, ത്രാസ് എന്നൊക്കെയാണ് അർത്ഥം. അതായത് നമ്മൾ പീടികകളിലൊക്കെ കാണുന്ന തൂക്കുന്ന ആ സാധനമുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ത്രാസു എന്ന് പറയുന്നത്. ത്രാസു ഉഠാക്കർ, ഉഠാന എന്ന് പറഞ്ഞാൽ എടുക്കുക, പൊക്കിപ്പിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഏതായാലും ത്രാസു ഉഠാക്കർ ആ തുലാസ് ഉയർത്തിയിട്ട് ഉസ്കെ ദോനോ പലടോമേ. പലട് എന്ന് പറഞ്ഞാൽ ആ ത്രാസിൻ്റെ ഓരോ തട്ടിനാണ് പറയുക. ഒരു ത്രാസിന് രണ്ട് തട്ടുകളാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ത്രാസ് പൊക്കിയിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ രണ്ട് തട്ടുകളിലും ഏക്ക് ടുക്കടാരക്ക, ഓരോ കഷ്ണങ്ങൾ വെച്ചു എന്നർത്ഥം. അപ്പോൾ ഒരു തട്ടിൽ ഒരു കഷ്ണവും മറ്റേ തട്ടിൽ മറ്റേ കഷ്ണവും വെച്ചിട്ട് തൂക്കി നോക്കുകയാണ്, രണ്ടും സെയിം അല്ലേ എന്ന്. എന്നാൽ ദോനോ കാ വസൻ ബറാബർ നഥ. ബറാബർ എന്ന് പറഞ്ഞാൽ തുല്യം എന്നാണ് അർത്ഥം. ദോനോ കാ വസൻ ആ രണ്ട് കഷ്ണങ്ങളുടെയും തൂക്കം ബറാബർ നഥ അത് തുല്യമായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞിട്ട് ബന്ദർ എന്തായിരുന്നു നടത്തിയിരുന്നത്? ആദ്യം തന്നെ വലുതും ചെറുതുമാക്കിയിട്ടായിരുന്നു ആ റൊട്ടി മുറിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്തായിട്ട് മാറിയത്? രണ്ടും തുല്യമല്ലാതായിട്ട് മാറിയത്. ഓക്കെ, ഏതായാലും ഉസ്നെ ബഡേ ടുക്കടേക്കോ ദാന്ത് സെ കുത്തർ കർ ഖാലിയ. ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ലാണെന്ന് നമുക്കറിയാം. കുത്തർന എന്ന് പറഞ്ഞാൽ പല്ലുകൊണ്ട് മുറിക്കുന്നതിനെ കുറിച്ചാണ് പറയുക. അപ്പോൾ ഉസ്നെ ആ കുരങ്ങൻ ബഡേ ടുക്കടേക്കോ വലിയ കഷ്ണത്തെ ദാന്ത്സെ പല്ലുകളാൽ കുത്തർക്കർ കടിച്ച് മുറിച്ചിട്ട് ഖാലിയ തിന്ന് കളഞ്ഞുവെന്നർത്ഥം. അപ്പോൾ വലിയ
കഷ്ണമെടുത്തിട്ട് റൊട്ടിയെ 2 കഷ്ണമാക്കി, എന്നിട്ട് ഒന്ന് വലുതും മറ്റേത് ചെറുതുമായിരുന്നു തൂക്കി നോക്കിയപ്പോൾ. അപ്പോൾ വലുതിനെ ഒന്നുകൂടി ചെറുതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബന്ദർ ആ കുരങ്ങനെ ആ കഷ്ണത്തിൽ നിന്നും ഒരു കഷ്ണമെടുത്ത് ഭക്ഷിച്ചു എന്നർത്ഥം. ഏതായാലും ദുബാര എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യവും എന്നാണ് അർത്ഥം. ദുബാര വസിൻ കിയ തൂക്കി നോക്കി, വസിൻ കർണ തൂക്കി നോക്കുക എന്നാണ് അർത്ഥം. വസിൻ കിയ തൂക്കി നോക്കി. തോ അപ്പോൾ അബ് ദൂസര ടുക്കട ഇപ്പോൾ മറ്റേ കഷ്ണം, ദൂസര എന്നാൽ മറ്റേത് എന്നാണ് ഇവിടെ അർത്ഥം. അബ് ദൂസര ടുക്കട മറ്റേ കഷ്ണം ഭാരി ഹോഗയി ഭാരമുള്ളതായി എന്നർത്ഥം. ഭാരി എന്നാൽ ഭാരമുള്ളത് എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു കഷ്ണം, വലിയ കഷ്ണമുണ്ടായിരുന്നത് ആ കുരങ്ങിന് കഴിച്ചിട്ട് എന്താ ചെയ്തു? അത് വളരെ ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റേ കഷ്ണമായിപ്പോൾ വളരെ ഭാരമുള്ളത്. ഓക്കെ, ഉസ്കോബി ഉസ്നെ ദാന്ത് സെ കാട്ടുകർ തോടാസ കാലിയ. ഉസ്കോബി ആ ഒരു കഷ്ണത്തെ കൂടി ഉസ്നെ ആ കുരങ്ങൻ ദാന്ത് സെ കാട്ടുകർ പല്ലുകളാൽ മുറിച്ചിട്ട് തോടാസ കാലിയ അല്പാൽപമായിട്ട് കഴിച്ചുവെന്നർത്ഥം, ഭക്ഷിച്ചുവെന്നർത്ഥം. തോടാസ എന്നാൽ അല്പാൽപമായിട്ട് എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഓക്കെ, ഏതായാലും അവിടെയും പിന്നീട് ഭാരമുള്ളതായിരുന്ന കഷ്ണമെടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്തു? ബന്ദർ കഴിച്ചു. പിന്നെയും തൂക്കി നോക്കി. അപ്പോഴും എന്തായിരുന്നു? മറ്റേതൊന്ന് വീണ്ടും ഭാരമുള്ളതായിരുന്നു. അപ്പോൾ അതും പിന്നീട് കടിച്ച് ബന്ദർ തന്നെ തിന്നു. അങ്ങനെ പല തവണ ഈ ഒരു അവസ്ഥ തുടർന്നുകൊണ്ടേയിരുന്നു. യഹീക്കാം ഇതേ പ്രവർത്തനം തന്നെ ഉസ്നെ ആ കുരങ്ങൻ കൈബാർ ധാരാളം തവണ കിയ ചെയ്തുവെന്നർത്ഥം. അപ്പോൾ യഹീക്കാം ഉസ്നെ കൈബാർ കിയ ഇതേ കാര്യം തന്നെ ആ കുരങ്ങൻ ധാരാളം തവണ ചെയ്തു. ഓർ അപ്പോഴോ ബില്ലിയ ഉസ്കി തറഫ് തക്തി രഹി. ഓക്കെ, ബില്ലിയ ആ പൂച്ചകൾ ഉസ്കി തറഫ് ആ കുരങ്ങന്റെ നേരെ തക്തി രഹേ. തഖ്ന എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുക എന്നുള്ളത് പോലെ ശ്രദ്ധയോടെ വീക്ഷിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ എപ്പോഴാണ് ഇവിടെ നീതി നടപ്പിലാവുന്നത്? എപ്പോഴാണ് 2 കഷ്ണങ്ങളും ഒരേ തൂക്കമാകുന്നത്? എന്നാൽ ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ കഷ്ണം കിട്ടുമല്ലോ എന്ന് കരുതി ഈ കുരങ്ങന്റെ ഓരോ പ്രവർത്തനവും ശ്രദ്ധയോടെ വീക്ഷിച്ചു നിൽക്കുകയാണ് ആ 2 പൂച്ചകളും. അതാണ് പറയുന്നത് ഓർ ബില്ലിയ ആ പൂച്ചകൾ ഉസ്കി തറഫ് ആ കുരങ്ങന്റെ നേരെ തക്തി രഹേ ശ്രദ്ധയോടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തെന്നാൽ ഇൻസാഫ് കബ് ഹോഗ എപ്പോഴാണ് നീതി ഉണ്ടാകുന്നത് എന്ന് കാത്തിരിക്കുകയാണ് പൂച്ചകളെ. ഓക്കെ, ആഹർമേ അവസാനം. അപ്പോൾ നമ്മൾ പറഞ്ഞു ധാരാളം തവണ എന്ത് ചെയ്തു? കുരങ്ങൻ ഈ വലിയ കഷ്ണത്തെ വീണ്ടും കടിച്ചിട്ട് തിന്നുന്നു, പിന്നെയും തൂക്കി നോക്കുന്നു, അപ്പോൾ അത് ചെറുതാവുന്നു, അപ്പോൾ വലിയതിനെ വീണ്ടും കടിക്കുന്നു. അങ്ങനെ ആഹർമേ അവസാനത്തിൽ ഏക് ഛോട്ടാസ ടുക്കട റഹ്ഗയ. ഛോട്ടാസ ഒരു ചെറിയ ടുക്കട കഷ്ണം റഹ്ഗയ ബാക്കിയായി എന്നർത്ഥം. റഹ്ജാന എന്നാൽ സ്ഥിതി ചെയ്യുക, ബാക്കിയാവുക എന്നുള്ള അർത്ഥങ്ങളൊക്കെയുണ്ട്. ഇവിടെ റഹ്ഗയ എന്ന് പറഞ്ഞാൽ ബാക്കിയായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇനിയിപ്പോൾ എന്തേ ബാക്കിയുള്ളൂ? ഒരൊറ്റ ചെറിയ കഷ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അബ് ബന്ദർ ബോല ഇപ്പോൾ ആ കുരങ്ങൻ പറഞ്ഞു. ഓക്കെ, എന്തെന്നാൽ ഉസ്കെ ക്യാ രേസേ കറൂ. ഓക്കെ, ഉസ്കെ ഈ ഒരു കഷ്ണത്തെ ക്യാ എങ്ങനെയാണ് രേസേ കറൂ ഞാൻ കഷ്ണങ്ങളാക്കുന്നത്? രേസ കർണ എന്നാൽ കഷ്ണമാക്കുക എന്നാണ് അർത്ഥം. രേസേ കറൂ എന്ന് പറഞ്ഞാൽ പല കഷ്ണങ്ങളാക്കുക എന്നുള്ളൊരർത്ഥത്തിലാണ്. അപ്പോൾ ഈ ചെറിയ ഒരു പീസാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ കുരങ്ങൻ ചോദിക്കുന്നത്. ഉസ്കെ ക്യാ രേസേ കരു ഈ ഒരു കഷ്ണത്തെ ഞാൻ എങ്ങനെയാണ് ചെറിയ കഷ്ണങ്ങളാക്കുന്നത്? ഉസ്സേ തുമാര ക്യാ ബലാ ഹോഗ അങ്ങനെ വീതിച്ചാൽ തന്നെ ഈ ഒരു കഷ്ണം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടാകുന്നത്? ഉസ്സേ ഈ ഒരു കഷ്ണം കൊണ്ട് തുമാര നിങ്ങൾക്ക് ക്യാ ബലാ ഹോഗ എന്ത് നന്മയാണ് ഉണ്ടാകുന്നത് എന്നർത്ഥം. അതായത് ഞാൻ ഈ കഷ്ണത്തിന് വീതിച്ച് നിങ്ങൾക്ക് നൽകിയാലും നിങ്ങൾക്ക് അതുകൊണ്ട് പല്ലിൽ കുടുങ്ങാൻ പോലും ഉണ്ടാകൂല എന്നർത്ഥം. ഓക്കെ, തുമാരി നിയ്യത്ത് കി ഖറാബി പഹ്ലെ ഹി കാം ബിഗാർ ദിയ. ഓക്കെ, തുമാരി നിയ്യത്ത് കി ഖറാബീനെ നിങ്ങളുടെ നിയ്യത്തിന്റെ മോശത്തരം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശ്യം എന്നാണ് അർത്ഥം. ഖറാബി എന്നാൽ മോശത്തരം. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ഇല്ലാത്തതിനാൽ നിങ്ങളുടെ നിയ്യത്തിലെ മോശത്തരം പഹ്ലെ ഹി ആദ്യം തന്നെ കാം ബിഗാർ ദിയ. ബിഗാഡന എന്ന് പറഞ്ഞാൽ മോശമാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളുടെ നിയ്യത്തിൻ്റെ മോശത്തരം ആദ്യം തന്നെ എൻ്റെ പണിയെ എന്ത് ചെയ്തിട്ടുണ്ട്? മോശമാക്കിയിട്ടുണ്ട്. ഏതൊരു തവണ വീതിച്ചപ്പോഴും എനിക്ക് കൃത്യമായിട്ട് വീതിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ നിയ്യത്തിൻ്റെ പ്രശ്നമാണ്.
ओके मैंने दोनों टुकड़ों को वजन बराबर करने में कितनी मेहनत की है. मैंने ഞാൻ दोनों टुकड़ों को രണ്ട് കഷ്ണങ്ങളെയും दोनों टुकड़ों का वजन बराबर करने में അതിൻ്റെ എല്ലാം തൂക്കം തുല്യമാക്കുന്നതിൽ കിത്നി മെഹനത് की है എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ കിത്നി എന്നുള്ളത് എത്രത്തോളം എന്നുള്ള അർത്ഥത്തിലാണ്, ധാരാളം എന്നുള്ള ഒരു ആശയത്തിനാണ് ഇത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ അപ്പോൾ ഈ രണ്ട് കഷ്ണങ്ങളും സമമാക്കാൻ വേണ്ടിയിട്ട്, രണ്ടും ഒരേ ഭാരമുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട്. ത്രാസു ഉഠായേ ഉഠായേ ഹാത്ത് തക്കേ. ഓക്കെ ത്രാസു ഈ ത്രാസ് ഈ തുലാസ്, ഉഠായേ ഉഠായേ പൊക്കി പൊക്കി, അതായത് ധാരാളം തവണ പൊക്കി എന്നാണ് ഉഠായേ ഉഠായേ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ധാരാളം തവണ ഉയർത്തിയിട്ട് ഹാത്ത് തക്കയെ, ഹാത്ത് കൈ തക്കയെ അത് ക്ഷീണിച്ചിട്ടുണ്ട് എന്നർത്ഥം. തക്ന തക് ജാന എന്നൊക്കെ പറഞ്ഞാൽ ക്ഷീണിക്കുക എന്നാണ് അർത്ഥം. അതിൻ്റെ മാലിയാണ് തഗ്ഗയ, അതിൻ്റെ ജംആണ് തഗ്ഗയെ, ക്ഷീണിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ത്രാസ് പൊക്കി പൊക്കി എൻ്റെ കൈകളെല്ലാം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. ചലോ ഇനി നിങ്ങളിങ്ങ് പൊയ്ക്കോളൂ, ചലോ നിങ്ങൾ പോകൂ. ഏ ടുക്കടാഹി ഇനി ബാക്കിയുള്ള ഈ കഷ്ണമുണ്ടല്ലോ അത് മേരി മസ്ദൂരിയുടേതോ എൻ്റെ കൂലിയായിട്ട് നൽകൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ത്രാസ് പൊക്കുകയും താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്, ആ റൊട്ടിയെ ധാരാളം കഷ്ണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ കൂലിയായിട്ട് നൽകൂ. മസ്ദൂരി എന്നാൽ കൂലി, പ്രതിഫലം എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ ഏ കഹ്കർ ഇത് പറഞ്ഞിട്ട് ബന്ദറിനെ വോ ടുക്കടാബി ഖാലിയ, ഇത് പറഞ്ഞിട്ട് ആ കുരങ്ങൻ എന്ത് ചെയ്തു, ആ കഷ്ണവും കൂടി തിന്നു കളഞ്ഞുവെന്നർത്ഥം. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്, രണ്ട് പൂച്ചകൾ ഒരു റൊട്ടി കഷ്ണവുമായിട്ട് ഓടിപ്പോയി. എന്നിട്ട് ആ റൊട്ടി കഷ്ണത്തിന് വേണ്ടിയിട്ട് രണ്ടുപേരും തർക്കിച്ചു. ഈ അവസരത്തിൽ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നീതി നടപ്പിലാക്കാൻ എന്നുള്ള വ്യാജേന ആര് വരുന്നു, കുരങ്ങൻ വരുന്നു. എന്നിട്ട് അത് രണ്ട് കഷ്ണവും സെയിമാക്കാൻ വേണ്ടിയിട്ട് അത് മുഴുവനായിട്ട് ഭക്ഷിക്കുന്നു. ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ബന്ദർ ബാണ്ട് എന്നുള്ള ആപ്തവാക്യം ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഒരു തർക്കമുണ്ടാകുമ്പോൾ അവിടെ നീതി നടപ്പിലാക്കാൻ എന്നുള്ള വ്യാജേന വരികയും എന്നുള്ളതുപോലെ സ്വന്തം കാര്യം സാധിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ബന്ദർ ബാണ്ട് എന്നുള്ള ഒരു ബന്ദർ ബാണ്ട് എന്നുള്ള ഒരു ആപ്തവാക്യം നമ്മൾ ഉപയോഗിക്കാറുള്ളത് എന്നർത്ഥം. ഓക്കെ അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ രണ്ടാമത്തെ കഥയും കഴിഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ആപ്തവാക്യത്തിലെ കഥയും കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മളിവിടെ അല്പം കുറച്ച് വാക്കുകൾ പഠിച്ചിട്ടുണ്ട്, അവയൊന്ന് പരിചയപ്പെടാം. ഒന്ന് ഝഗഡ, ലഡായി, തർക്കം. ഇൻസാഫ് കർന, നീതി നടപ്പിലാക്കുക. ബഹാന, അവസരം. കെ ബഹാനെ, വ്യാജേന. അപ്ന കാം ബനാന, സ്വന്തം കാര്യം സാധിക്കുക. ഭൂക്ക, വിശന്ന. ബാവർച്ചി ഖാന, അടുക്കള. ബന്ദ്, അടക്കപ്പെട്ടത്. ടുക്ഡ, കഷ്ണം. ലേന, എടുക്കുക. ഭാഗിന, ദൗഡിന, ഓടുക. പീച്ചെ, പിറകിൽ. ബീച്ച്, ഇടയിൽ. സുറഹ്, ചുവപ്പ്. ബാൽ, മുടി, രോമം. ഘട, നേരെ നിൽക്കുന്ന. ഹംല കർണ, ആക്രമിക്കുക. ലഡായി, തർക്കം. കബ്സ ജമാന, കൈവശപ്പെടുത്തുക, പിടിച്ചടക്കുക. മൗക്ക, സാഹചര്യം. നീച്ചെ, താഴെ. ഉത്തർന, ഇറങ്ങുക. ശുക്ർ കർണ, നന്ദി ചെയ്യുക. മെഹനത്ത്, പരിശ്രമം. ലഡിന, തർക്കിക്കുക. കുത്ത, നായ. സഖ്മി കർണ, മുറിവേൽപ്പിക്കുക. ഭയ്യ, സഹോദര. ഉഠാന, ഉയർത്തുക. ത്രാസു, തുലാസ്. പലട്, തട്ട്. ബറാബർ, തുല്യം. കുതർന, പല്ലുകൊണ്ട് മുറിക്കുക. വസിൻ, തൂക്കം. വസിൻ കർണ, തൂക്കി നോക്കുക. ഭാരി, ഭാരമുള്ളത്. തോടാസ, അല്പാൽപമായി. തക്കിന, തുറിച്ചു നോക്കുക, ശ്രദ്ധയോടെ വീക്ഷിക്കുക. റഹ്ജാന, ശേഷിക്കുക, സ്ഥിതി ചെയ്യുക. റേസ കർണ, കഷ്ണമാക്കുക. ഫല, നന്മ. ഖറാബി, മോശത്തരം. ബിഗാഡിന, പിഴപ്പിക്കുക, മോശമാക്കുക. തക്കിന, ക്ഷീണിക്കുക. മസ്ദൂരി, കൂലി, പ്രതിഫലം. അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമ്മൾ ഈ പാഠത്തിൽ പുതിയതായിട്ട് പഠിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.